സന്തോഷത്തോടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. അനുഗ്രഹിക്കപ്പെട്ട കർത്തൃ ദിവസത്തിൻ്റെ പകലിനായിട്ട് ദൈവത്തിന് മഹത്വം. ലോകത്തിൻ്റെ എല്ലാ മുനമ്പുകളിലും കോടിക്കണക്കിന് വിശുദ്ധന്മാർ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഈ പകല് നമ്മുടെ പ്രത്യാശയാകുന്ന യേശുക്രിസ്തുവിൻ്റെ വരവ് താമസിച്ചതുകൊണ്ട് ഒരു സഭാരാധന കൂടെ ആചരിപ്പാൻ ദൈവം നമുക്ക് അനുവദിച്ച സാവകാശങ്ങൾക്കായിട്ട് സ്തോത്രം. ഈ വിശുദ്ധ ആരാധന മധ്യയിലും നിങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയ ദൈവത്തിന് എല്ലാ പുകഴ്ചകളും ആദരവുകളും അവിടുത്തെ പാദപീഠത്തിൽ പ്രാരംഭമായിട്ട് അർപ്പണം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ഈ പകൽ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഞാൻ വന്ദനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പാസ്റ്റർ, കുടുംബം, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, വളരെ സന്തോഷത്തോടെ അവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ദോഹയിൽ നിന്നും കടന്നു വന്ന പ്രിയ കുടുംബം, ഇവിടെ വിസിറ്റിന് വന്ന കർത്തൃദാസന്മാർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നിങ്ങളോടുകൂടെ ചിലവഴിപ്പാൻ എനിക്ക് ലഭ്യമായ അവസരങ്ങളൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. എന്നെ ദൈവമുൻപാകെ സമർപ്പിക്കുവാനും എന്നെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ വിലയിരുത്തുവാനും ദൈവം ആഗ്രഹിക്കുന്ന അളവുകളിലേക്ക് ഒന്നുകൂടെ മടങ്ങി വരുവാനുമൊക്കെ ഈ ദിവസങ്ങളെ കൂട്ടായ്മ എനിക്ക് മുഖാന്തരമായി. പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഈ വർഷത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ്. അടുത്ത സൺഡേ ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭമാണ്. ഈ ആണ്ടിൻ്റെ ആരംഭം കണ്ട അനേകർ ഈ ആണ്ടിൻ്റെ അവസാനം കാണാനില്ല. അപകടങ്ങൾ നിറഞ്ഞ വഴിത്താരകളിലൂടെയാണ് നാം സഞ്ചരിച്ചത്. രോഗാണുക്കളുള്ള ഇടങ്ങളിലൊക്കെയാണ് നമ്മൾ സഞ്ചരിച്ചത്. ഈ ആണ്ടിൻ്റെ അവസാന ദിവസങ്ങളിലും നാം സുരക്ഷിതരായിട്ടിരിക്കുന്നതിൻ്റെ പിമ്പിലെ രഹസ്യം നമ്മുടെ സുരക്ഷിതത്വം ദൈവത്തിൻ്റെ കയ്യിലായിരുന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രയാഗങ്ങൾ അർപ്പിക്കാം. സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ നമുക്ക് അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഒരു വാക്യം നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. യൂദായുടെ ലേഖനമാണ്. യൂദായുടെ ലേഖനം 1-ാമത് വാക്യമാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് വായിക്കാം. ബൈബിൾ തുറക്കാം, എന്നോട് ചേർന്ന് ആ വാക്യം ഉച്ചത്തിൽ വായിക്കണം. ഒരു ചെറിയ ചിന്താ വാക്യത്തിൽ നിന്നും ഈ ആരാധനയിൽ പ്രബോധനമായി നൽകിയിട്ട് ഞാൻ വിരമിപ്പാനാണ് ബന്ധപ്പെടുന്നത്. യൂദായുടെ ലേഖനം 1-ാമത് വാക്യം. യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാ, പിതാവാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. നല്ല വചനത്തിനായിട്ട് കൈകൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഒരു നിമിഷം കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിക്കാം. ആ കൈ പറ്റുമെങ്കിലൊന്ന് ഉയർത്തി പിടിച്ചാട്ടെ. നമ്മൾ കൈ ഉയർത്തുന്നതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. ഒരു യജമാനനെ ഒരടിമ കാണുമ്പോൾ, ഒരു നിയമപാലകനെ ഒരു കുറ്റവാളി കാണുമ്പോൾ ആദ്യം ചെയ്യുന്നത് കൈ അവരുടെ മുമ്പിൽ ഉയർത്തും. ആ ഉയർത്തിയ അടിമയുടെ കരം, കുറ്റവാളിയുടെ കരം യജമാനനോട്, നിയമപാലകനോട് പറയുന്ന 3 കാര്യമുണ്ട്. ഒന്ന്, എൻ്റെ കരങ്ങൾ ശൂന്യമാണ്. 2, ഞാൻ പൂർണ്ണമായും നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. 3, നിനക്കിഷ്ടമുള്ളതുപോലെ എന്തും എന്നെ ചെയ്യാം. പ്രിയരേ, നമ്മുടെ യജമാനൻ ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. അവൻ്റെ മുമ്പിൽ നമ്മുടെ കരം ഉയർന്നിരിക്കുമ്പോൾ ആ കരം യജമാനനോട് പറയും, എൻ്റെ കരം ശൂന്യമാണ്, ഞാൻ പൂർണ്ണമായും നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, നിനക്കിഷ്ടമുള്ളതുപോലെ എന്തും എന്നെ ചെയ്യാം. കരങ്ങളൊന്നും ഉയർന്നിരിക്കട്ടെ.
കാൽവരി ദർശനം കാണുന്ന മുൻപില, കാൽവരി ദർശനം കാണുന്ന മുൻപില, അൻപിനാനുള്ളവും കണ്ണും നിറയുന്നേ, അൻപിനാനുള്ളവും കണ്ണും നിറയുന്നേ. കാൽവരി ദർശനം കാണുന്ന മുൻപില, കാൽവരി ദർശനം കാണുന്ന മുൻപില, അൻപിനാനുള്ളവും കണ്ണും നിറയുന്നേ, അൻപിനാനുള്ളവും നിന്നാനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ, നിന്നാനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ, നിന്നോടെ വന്ദനം എന്നും നൽകാനമാ, നിന്നോടെ വന്ദനം എന്നോ നൽകാനമാ. വന്ദനമേ സുരക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ, വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. ഉണർച്ചകളെങ്കിലും ഞങ്ങൾ തൃപ്പാദത്തിൽ തരുന്നു, വചനത്തെ ആണിപ്പെടുത്തിട്ട കരത്തിൽ തരുന്നു. ഈ വചനത്തെ വാഴ്ത്തി വിശുദ്ധീകരിച്ച് ജീവന്റെ അപ്പമായിട്ട് ഞങ്ങൾക്ക് നൽകണം. തൃപ്തരാക്കി ഞങ്ങളെ മുടക്കിയിരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ധന്യനായ യൂദാ എഴുതിയ ലേഖനം 1-ാമത് വാക്യമാണ് നമ്മൾ വായിച്ചത്. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാ, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നു. ഈ വാക്യത്തിലൂടെ ആത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച, പാകിക്കളിപ്പിച്ച ചില ചിന്തകൾ സമയപരിധിക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് വാരിയിട്ടിട്ട് ഞാൻ വേഗം ഇരിക്കാനാണ് ബന്ധപ്പെടുന്നത്. യൂദായുടെ ലേഖനം നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. വായിക്കാൻ എളുപ്പമാണ്. കാര്യം ഒറ്റ അധ്യായമേ ഉള്ളൂ, 25 വാക്യമേ ഉള്ളൂ. യൂദായുടെ ലേഖനത്തെ നമ്മൾ ശാന്തമായ ഒരു അപഗ്രഥനത്തിന്, ധ്യാനത്തിന്, പഠനത്തിന് വിധേയമാക്കിയാൽ ഒരധ്യായവും 25 വാക്യവും കൊണ്ട് അവസാനിക്കുന്ന ഒരു കുട്ടി ലേഖനമാണ് യൂദായുടെ ലേഖനം. ഒരേ ഒരു അധ്യായവും 25 വാക്യം കൊണ്ട് അവസാനിക്കുന്ന കുട്ടി ലേഖനമാണ് യൂദായുടെ ലേഖനമെങ്കിലും ഈ ലേഖനത്തിനകത്ത് ദൈവാത്മാവ് ഉല്ലേഖനം ചെയ്തിരിക്കുന്ന പ്രമേയങ്ങൾ ഈ പകല വിശദീകരണങ്ങൾക്ക് അപ്പുറമാണ്. ഒരുപാട് മർമ്മപ്രധാനമായ വെളിപ്പാടുകൾ യൂദാ ഈ ലേഖനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂദായുടെ ലേഖനം ശാന്തമായി നാം ഒരു പഠനത്തിന് വിധേയമാക്കിയാൽ 29ഓളം ഗൗരവമേറിയ പഠന പ്രസംഗ വിഷയങ്ങളാൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന സമ്പൽ സമൃദ്ധമായ ഒരു ലേഖനമാണ് യൂദായുടെ ലേഖനം. ഈ ലേഖനത്തില് ദൈവത്താൽ വിളിക്കപ്പെട്ടവരെ കുറിച്ചുണ്ട്, ദൈവത്തിന്റെ കരുണയെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ചുണ്ട്, പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചുണ്ട്, മഹാദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കരുതെന്ന മുന്നറിയിപ്പിനെ കുറിച്ചുണ്ട്, ക്രിസ്തുവിനെ നിഷേധിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരെ കുറിച്ചുണ്ട്, മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർക്ക് പിന്നീടുണ്ടായ ഘോരമായ ശിക്ഷാവിധിയെ കുറിച്ചുണ്ട്, തങ്ങളുടെ വാഴ്ച കാത്തുകൊണ്ടാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർക്കുണ്ടായ അധോഗതിയെക്കുറിച്ച് ഈ ലേഖനത്തിലുണ്ട്, സൊദോം ഗൊമോറ പട്ടണങ്ങൾക്കുണ്ടായ കഠോരമായ ന്യായവിധിയെക്കുറിച്ച്, ധന്യനായ മോശയുടെ ഭൗതിക ശരീരത്തെക്കുറിച്ചുള്ള പൈശാചികന്റെ വാദത്തെക്കുറിച്ച്, സ്നേഹസന്ധികളിൽ മറഞ്ഞു കിടക്കുന്ന പാറകളെക്കുറിച്ച്, ഹാനോക്കിന്റെ പ്രവചനത്തെക്കുറിച്ച്, അങ്ങനെ പഠനാത്മകമായ യൂദായുടെ ലേഖനം നമ്മളൊന്ന് കൈകാര്യം ചെയ്താൽ 29ഓളം
ഗൗരവമേറിയ പഠന വിഷയങ്ങളാൽ സമർത്ഥമാണ് യൂദായുടെ ലേഖനം. ഈ ലേഖനത്തിനകത്ത് അങ്ങനെ പടർന്നു പന്തലിച്ച് കിടക്കുന്ന 29 വിഷയങ്ങളിൽ ഒരെണ്ണം മാത്രം ഒന്ന് പരിചയപ്പെടുത്തി ഈ പകൽ ഞാൻ ഇരിക്കാം. ഈ ലേഖനം തുടങ്ങുമ്പോൾ അതിന്റെ എഴുത്തുകാരൻ തന്നെ പരിചയപ്പെടുത്തുന്ന വിധം വളരെ ശ്രദ്ധേയമാണ്. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാ. യേശുവിന്റെ 2 ശിഷ്യന്മാരായ യൂദാമാരെ പറ്റി തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും അവരാരുമല്ല ഈ ലേഖനം എഴുതിയത്. ഈ ലേഖനത്തിന്റെ എഴുത്തുകാരനായ യൂദാ തന്നെ പരിചയപ്പെടുത്തുന്ന വിധം ഗംഭീരമാണ്, സുന്ദരമാണ്, അനുകരണീയമാണ്. ഈ ലേഖനത്തിന്റെ രചയിതാവാകുന്ന യൂദാ തന്നെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിന്റെ ദാസൻ. ഒന്ന് പറഞ്ഞേ, യേശുക്രിസ്തുവിന്റെ ദാസൻ. മത്തായി സുവിശേഷത്തിലേക്കൊക്കെ വരുമ്പോൾ ജഡപ്രകാരം യേശുക്രിസ്തുവിന്റെ ഇളയ സഹോദരൻ എന്ന സമുന്നതമായ പദവിക്ക് യൂദാ അർഹനാണെങ്കിലും ആ പദവിയിൽ അനാവശ്യമായി ഊറ്റം കൊണ്ടുകൊണ്ടോ അഹങ്കരിച്ചുകൊണ്ടോ ഒന്നുമല്ല യൂദാ തന്നെ പരിചയപ്പെടുത്തുന്നത്. യൂദാ തന്നെ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വിധം യേശുക്രിസ്തുവിന്റെ ദാസൻ. ദാസൻ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം അടിമയെന്നാണ്. അടിമ. അപ്പൊ അവന്റെ ഓൺ ബ്രദർ, അവന്റെ സഹോദരൻ എന്ന വിശേഷണം പരിചയപ്പെടുത്തലിന് കൊടുക്കുന്നതിനേക്കാൾ യൂദയ്ക്ക് കാമ്യമായി തോന്നിയത് അവന്റെ ദാസൻ. എത്ര വിശാലമായൊരു മനസ്സിനുടമയാണല്ലേ. നോട്ടീസിൽ അച്ചടിച്ച പേരിന്റെ അക്ഷരത്തിന് വലിപ്പം കുറഞ്ഞത് കൊണ്ട് 1500 നോട്ടീസ് കത്തിച്ചു കളഞ്ഞ മഹാന്മാർ നമ്മുടെ ഇടയിലുണ്ട്. യേശുവിന്റെ സ്വന്തം സഹോദരൻ എന്ന പദവിക്ക് അർഹനാണെങ്കിലും അദ്ദേഹം ലോകത്തിന്റെ മുമ്പിൽ തന്നെ പരിചയപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിന്റെ ദാസൻ. ഞാനത് വിടുകയാണ്. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാ എഴുതുക: പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുക. അപ്പൊ ഒന്നാമത്തെ വാക്യം ഞാനൊന്ന് ധ്യാനിച്ചപ്പോൾ എനിക്ക് ആ വാക്യത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റിയത് ഒരു ദൈവ പൈതലിന് ലഭ്യമായ 3 നിസ്തുല്യ പദവിയാണ്. ഈ ഭൂമിയിൽ കർത്താവിനെ സത്യത്തിനും ആത്മാവിനും ആരാധിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് ലഭ്യമായ 3 നിസ്തുല്യ പദവിയെ കുറിച്ചുള്ള വിശദീകരണമാണ് യൂദായുടെ ലേഖനം 1-ാമത് വാക്യം. ആ പദവി ഒന്ന് കേട്ട് ഈ രാത്രി നമുക്ക് അവസാനിപ്പിക്കാം. ആർക്കും ലഭിച്ചിട്ടില്ലാത്ത ഉന്നതമായ 3 പദവി. സ്തോത്രം. എന്തൊരു പദവിയാണ്! പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും. യേശുക്രിസ്തുവിന്റെ ദാസൻ യാക്കോബിന്റെ സഹോദരനുമായ യൂദാ എഴുതുകയാണ്, നമ്മുടെ 3 പദവിയെ കുറിച്ച് എഴുതുകയാണ്. 1, പിതാവായ ദൈവത്താൽ സ്നേഹിക്കുക. അപ്പൊ നമുക്ക് ലഭ്യമായ 1-ാമത്തെ പദവി, നാം പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. 2, യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു. അപ്പൊ നമുക്ക് ലഭ്യമായ 2-ാമത്തെ പദവി, നാം യേശുക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടവരാണ്. ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. അപ്പൊ നമുക്ക് ലഭ്യമായ 3-ാമത്തെ പദവി, നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. ഒരു സന്തോഷമൊന്നുമില്ല ഇത് കേട്ടിട്ട്? സ്വത്രം. പൈസ ഇല്ലില്ല, പദവി ഇല്ലില്ല, സമ്പത്തില്ലില്ല, അറിയാൻ ആരുമില്ലില്ല. ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ ഭൗതികമായ ഒരു വട്ടപൂജ്യമാണേലും എന്ന നിരാശപ്പെടേണ്ട കാര്യമില്ല. ആർക്കും ലഭിച്ചിട്ടില്ലാത്ത ഉന്നതമായ 3 പദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നാം പിതാവാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്, നാം യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവരാണ്, നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പിതാവാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു എന്ന് ബോധ്യമുള്ളവർ ഹല്ലേലൂയ പറയാം. ഞാൻ യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ട വ്യക്തിയാണെന്ന് ബോധ്യമുള്ളവർ ഹല്ലേലൂയ പറയാം. ഞാൻ എന്റെ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണെന്ന് ബോധ്യമുള്ളവർ ഹല്ലേലൂയ പറയാം. ഉന്നതമായ 3 പദവിയാണ് സർവശക്തനായ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എനിക്കങ്ങ് തുള്ളിച്ചാടാൻ തോന്നുക. ഉന്നതമായ 3 പദവി.
ശ്രേഷ്ഠമായ 3 പദവി. വിശദീകരണങ്ങൾക്ക് അപ്പുറമായ 3 പദവിയാ പ്രിയരെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഈ പദവിയിൽ ദൈവം നമ്മെ ആക്കി വെച്ചപ്പോൾ, ഈ പദവിയിലാക്കപ്പെട്ട നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം എന്താണെന്നറിയാമോ? ഒരിക്കൽ പോലും നമുക്ക് ലഭ്യമായ ഈ പദവിയെ കുറിച്ചുള്ള വകതിരിവ് നഷ്ടപ്പെടരുത്. ഒരിക്കൽ പോലും നമുക്ക് ലഭ്യമായ ഈ പദവിയെ കുറിച്ചുള്ള തിരിച്ചറിവ് നഷ്ടപ്പെടരുത്. ഒരിക്കൽ പോലും നമുക്ക് ലഭ്യമായ ഈ പദവിയെ കുറിച്ചുള്ള ഉത്തരവാദിത്വം നഷ്ടപ്പെടരുത്. അത് ഹൃദയംഗമായി ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. കർത്താവേ, അങ്ങ് എനിക്ക് നൽകിയ മഹത്വകരമായ പദവിയെ കുറിച്ചുള്ള വകതിരിവ്, ബോധം, തിരിച്ചറിവ്, ഉത്തരവാദിത്വം ഒരിക്കലും നഷ്ടപ്പെടാൻ അനുവദിക്കരുത്. ആ പദവിയുടെ മഹത്വം അറിഞ്ഞ് അന്ത്യം വരെയും ആ പദവിക്ക് വേണ്ടി വിശ്വസ്തയോടെ നിൽപ്പ് അങ്ങയുടെ കൃപ എന്റെ മേൽ പകരണമെന്ന് ഹൃദയംഗമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ ലഭ്യമായ പദവിയെ കുറിച്ചുള്ള തിരിച്ചറിവില്ലായ്മ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് വലിയ തകർച്ചയിലാണ് കേട്ടോ, മറക്കരുത്. ലയിച്ച പദവിയെ കുറിച്ചുള്ള മനുഷ്യന്റെ വകതിരിവില്ലായ്മ, ബോധമില്ലായ്മ, തിരിച്ചറിവില്ലായ്മ അവനെ കൊണ്ടെത്തിക്കുന്നത് ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വലിയ തകർച്ചയില്ല. പദവിയെ കുറിച്ച് നമുക്ക് എപ്പോഴും തിരിച്ചറിവ് വേണം. മഹാനായ അലക്സാണ്ടറിന് 5 വയസ്സുള്ളപ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അദ്ദേഹം കൊട്ടാരത്തിൽ നിന്നും അപ്രത്യക്ഷനായി. എങ്ങോട്ട് പോയെന്നറിയത്തില്ല. തൻ്റെ അപ്പൻ ഫിലിപ്പ് രാജാവ് കൊട്ടാരം മുഴുവൻ അരിച്ചു പറക്കി പരിശോധിച്ചു, കാണാതായ കുഞ്ഞിനെ കണ്ടില്ല. അയ്യോ, ഓമനിച്ച് കൊതി തീരും മുമ്പ് എൻ്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന നഷ്ടബോധത്തോടെ ഹൃദയം തകർന്ന് കൊട്ടാരത്തിൻ്റെ മുകളിൽ വിഷണ്ണ മനസ്സോടെ താൻ ഇരിക്കുമ്പോൾ തുറന്ന വാതിലിലൂടെ താൻ തെരുവിലേക്ക് നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. തെരുവിലെ കുട്ടികൾക്കൊപ്പം കൊട്ടാരത്തിൽ കാണാതായ തൻ്റെ മകൻ അലക്സാണ്ടർ ഓടിക്കളിക്കുന്നു. ആ കാഴ്ച കണ്ട അപ്പന് സന്തോഷവും നീരസവും ഒക്കെ ഒരുമിച്ച് വന്നു. സമ്മിശ്ര വികാരങ്ങളാൽ പുളകിതനായ അപ്പൻ ചാടിയെഴുന്നേറ്റു, പടയാളികളെ വിളിച്ചു. അവരോടി വന്നു. ചില മണിക്കൂറുകൾക്ക് മുമ്പ് കാണാതായ നമ്മുടെ മകനെ കണ്ടുകിട്ടിയിരിക്കുന്നു. പടയാളികൾ ചോദിച്ചു, എവിടെ? തെരുവിലെ കുട്ടികൾക്കൊപ്പം ഓടിക്കളിക്കുന്നു, വേഗം അവനെ പിടിച്ചെന്റെ മുമ്പിൽ ഹാജരാക്ക്. പടയാളികൾ ഓടിച്ചെന്ന് അലക്സാണ്ടറിനെ വാരിയെടുത്ത് അപ്പന്റെ മുമ്പിൽ ഹാജരാക്കി. സിംഹാസനത്തിൽ ആസനസ്ഥനായ അപ്പന്റെ മുമ്പിൽ കൈകെട്ട് നിൽക്കുന്ന 4-5 വയസ്സ് പ്രായമുള്ള ചുറുചുറുക്കുള്ള മിടുക്കനായ ബാലൻ. ആ മകനോട് അപ്പൻ ചോദിച്ചു, അലക്സാണ്ടർ, നീ എവിടെ പോയി? ഞാൻ തെരുവിലെ കുട്ടികൾക്കൊപ്പം കളിക്കാൻ പോയി. നീ ആരോട് അനുവാദം ചോദിച്ചിട്ടാ പോയത്? ഞാൻ ആരോടും അനുവാദം ചോദിച്ചില്ല. നീ ചെയ്തത് തെറ്റാണോ? 100% തെറ്റാ. അങ്ങനെയെങ്കിൽ നീ ചെയ്ത തെറ്റിന് ഞാൻ നിന്നെ ശിക്ഷിക്കാൻ പോകുകയാ. ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ വടികൊണ്ടോ വാളുകൊണ്ടോ ആയുധം കൊണ്ടോ അല്ല. 2 ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കും. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ആ ശിക്ഷയിൽ നീ സ്വതന്ത്രനായി. ചോദ്യം 1, അലക്സാണ്ടർ, നീ ഇപ്പോൾ ആരാണ്? മിടുക്കനായ ബാലൻ കൈയുടെ കെട്ടടിച്ച് അറ്റൻഷനായി നിന്ന് അപ്പനെ നോക്കി പറഞ്ഞു, ഞാനിപ്പോൾ ഒരു രാജ്യത്തെ വാഴുന്ന രാജാവിന്റെ മകൻ, രാജകുമാരൻ. അപ്പന്റെ മുഖം പ്രസന്നമായി. മകന്റെ മറുപടിയിൽ 2ാമത്തെ ചോദ്യം, അലക്സാണ്ടർ, നാളെ നീ ആരാകാൻ പോകുന്നു? അറ്റൻഷനായി നിന്ന് ആ കുഞ്ഞു മറുപടി പറഞ്ഞു, ഇന്ന് ഞാൻ രാജ്യത്തെ ഭരിക്കുന്ന രാജാവിന്റെ മകനാണെങ്കിൽ നാളെ ഒരു രാജ്യത്തെ വാഴുന്ന രാജാവാണ്. അപ്പൻ ഓടിച്ചെന്നവനെ വാരിയെടുത്തവനെ ചുംബിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇന്ന് നീ ഒരു രാജകുമാരൻ എന്ന പദവിയാണെങ്കിൽ നാളെ ഒരു രാജ്യത്തെ വാഴുന്ന രാജാവെന്ന പദവിയിലേക്ക് എത്തപ്പെടേണ്ടവനാണെങ്കിൽ നിന്റെ ബന്ധങ്ങൾ അങ്ങനായിരിക്കണം, നിന്റെ രീതികൾ അങ്ങനായിരിക്കണം, നിന്റെ നിലവാരങ്ങൾ അങ്ങനായിരിക്കണം, നിന്റെ ഇടപെടൽ അങ്ങനായിരിക്കണം. ജീവനുള്ള കാലത്തോളം നമുക്ക് ലഭ്യമായ പദവിയെ കുറിച്ചുള്ള തിരിച്ചറിവ് ഒരിക്കലും നഷ്ടപ്പെടരുത്. പദവിയെ കുറിച്ചുള്ള തിരിച്ചറിവില്ലായ്മ നമ്മെ കൊണ്ടെത്തി ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത വലിയ ദുരന്തത്തിലായിരിക്കും. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ലഭ്യമായ പദവിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ സംഭവിച്ച തകർച്ചയെക്കുറിച്ച് നമ്മുടെ കർത്താവ് സുവിശേഷത്തിൽ ഉപമയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ആ ചെറുപ്പക്കാരന്റെ പേര് മുടിയൻ പുത്രനാണ് നമ്മൾ വിളിക്കുന്നല്ലേ. പക്ഷെ ബൈബിളിൽ അങ്ങനെയില്ല. ബൈബിളിൽ അവനെ വിളിക്കുന്നത് എങ്ങനെയാണ്? ധൂർത്തപുത്രൻ. എന്ത് പുത്രനാണ്? ധൂർത്തപുത്രൻ. തമിഴില് എനിക്ക് ഇഷ്ടപ്പെട്ടു. തമിഴിൽ എനിക്ക് വന്ന കെട്ടദാസൻ എന്നാ. കൊള്ളാം. മുടിയൻപുത്രൻ, ധൂർത്തപുത്രൻ, പിന്നെ കെട്ടദാസൻ. ഇംഗ്ലീഷ് എനിക്ക് അത്ര വശമില്ലാത്തതുകൊണ്ട് അത് നിങ്ങൾ നോക്കിയാൽ മതി. ലഭ്യമായ പദവിയെ കുറിച്ചുള്ള വകതിരിവ് നഷ്ടപ്പെട്ടവനെ ധൂർത്തപുത്രൻ എന്നല്ലാതെ, മുടിയൻപുത്രൻ എന്നല്ലാതെ, കെട്ടപുത്രൻ എന്നല്ലാതെ വിളിക്കാൻ വേറൊരു പേരില്ല. എന്താ അവന്റെ പദവി? അവന്റെ പദവി ഞാൻ പറയാം. നല്ലൊരു വീട്ടിലാണ് ജനിച്ചത്, ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, വേലക്കാരും ദാസിദാസന്മാരും ആടുമാടുകളുമുണ്ട്. അവന്റെ വീട്ടിലെ വേലക്കാര് കഴിച്ചിട്ട് കൈ കഴുകി കളയുന്ന ആഹാരം 50 പേർക്ക് കഴിക്കുക. അത്ര സമൃദ്ധിയുള്ള വീടാ. അതൊക്കെ ആർക്കും ഉണ്ടാകാം. പക്ഷെ അവന്റെ ശരിക്കുള്ള പദവിയാണെന്ന് പറയുക. അവന്റെ പരിമിതികൾ അറിഞ്ഞ്, പോരായ്മകൾ അറിഞ്ഞ് അവനെ ചേർത്ത് പിടിക്കുന്ന സ്നേഹസമ്പന്നനായ ഒരു നല്ല അപ്പന്റെ ഇളയ മകനാവൻ. ഒരു ദുർബല നിമിഷത്തിൽ അവന്റെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടായി. അവന്റെ പദവിയെക്കുറിച്ചുള്ള വകതിരിവ് നഷ്ടപ്പെട്ട് അപ്പനുമായി ഇടഞ്ഞ് അപ്പന്റെ കയ്യിൽ നിന്നും സമ്പത്ത് വാങ്ങി അതൊരു ഭാണ്ഡത്തിനകത്താക്കി വീട്ടിൽ നിന്നും പടിയിറങ്ങി തലപൊക്കി പിടിച്ച് വെളിയിലേക്ക് പോകുകയാണ്. പദവിയെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ട് അപ്പനുമായി ഇടഞ്ഞ് അപ്പന്റെ കയ്യിൽ നിന്നും സമ്പത്ത് വാങ്ങി അതൊരു ഭാണ്ഡത്തിനകത്താക്കി അത് തോളിലിട്ട് വീടിന്റെ പടിയിറങ്ങി തലപൊക്കി പിടിച്ച് പോകുന്ന ഈ ചെറുപ്പക്കാരനെ നോക്കിയാൽ അവൻ ബുദ്ധിമാനാണെന്ന് തോന്നും, അവൻ ജയാളിയാണെന്ന് തോന്നും, അവൻ വില്ലാളിയാണെന്ന് തോന്നും. നീ ജയാളിയല്ല, ബുദ്ധിമാനല്ല, വില്ലാളിയല്ല. അവൻ പദവിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ട് അപ്പനുമായി ഇടഞ്ഞ് വീടിന്റെ പടിയിറങ്ങുന്ന യൗവനക്കാരാ, നിന്റെ പോക്ക് ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത ഘോരമായ തകർച്ചയില്ല. പദവിയെ കുറിച്ചുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടവൻ എവിടെല്ലാം പോയെന്ന് ഞാൻ പറയുന്നില്ല. ഒടുക്കം ചെന്ന ഇടം പറഞ്ഞു നിർത്താം. ഒടുക്കം അവൻ എവിടെയാ ചെന്നത്? പന്നിക്കൂട്ടങ്ങൾക്കിടയിൽ. വിശന്ന് പാറ്റുന്ന വയർ ഒരു നിമിഷം പിടിച്ചു നിർത്തേണ്ടതിന് പന്നിക്ക് കൊടുക്കുന്ന ആഹാരത്തെ അവൻ കഴിക്കേണ്ട ഒരു ഗതികേട് അവന്റെ ജീവിതത്തിൽ വന്നില്ലേ? അതുപോലും കിട്ടിയില്ലെന്നുള്ളതാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലഭ്യമായ പദവിയെ കുറിച്ചുള്ളവന്റെ തിരിച്ചറിവില്ലായ്മ അവനെ കൊണ്ടെത്തിച്ചത് കേവലമാ വകതിരിവില്ലാത്ത കൂട്ടങ്ങളുടെ ഇടയിലാണെങ്കിൽ ആർക്കും ലഭിക്കാത്ത ഉന്നതമായ പദവിയ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ആ പദവിയെ കുറിച്ചുള്ള നമ്മുടെ ബോധം നഷ്ടപ്പെട്ടാൽ, പദവിയെ കുറിച്ചുള്ള തിരിച്ചറിവില്ലായ്മ നമ്മെ കൊണ്ടെത്തിക്കുന്നത് ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത ഘോരമായ തകർച്ചയിലായിരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽ ആരാധനാലയം വിടുമ്പോൾ ഒരു തീരുമാനത്തോടെ മടങ്ങണം. അന്ത്യം വരെ ദൈവം എനിക്ക് നൽകിയ പദവിയുടെ മഹത്വം അറിഞ്ഞ് ആ പദവി ഞാൻ വിശ്വസ്തനായി നിൽക്കുമെന്ന് തീരുമാനമുള്ള ദൈവമക്കൾ ആ കരമടിച്ച് ആത്മാവിൽ നിന്ന് ബലപ്പെട്ട് ശക്തിയോടെ എല്ലാവരും 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 ദോഷം അരിച്ചിടുന്നത് പോലെ, ഒരു വൃക്ഷച്ചെടി പറിച്ചു കളയുന്ന പോലെ നമ്മുടെ പദവിയിൽ നിന്നും പറിച്ചു കളയാ മറിച്ചിടാൻ അണിയറയിൽ ശത്രു തന്ത്രങ്ങൾ മെനയുമ്പോൾ ദൈവം നമുക്ക് നൽകിയ പദവിയുടെ മഹത്വം അറിഞ്ഞ് വിശ്വസ്തയോടെ ആദ്യം വരെ നിൽക്കണം. ഉന്നതമായ 3 പദവി ദൈവം നമുക്ക് തന്നത്. 1, പിതാവാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവര്. 2, യേശു ക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടവര്. 3, ദൈവത്താൽ വിളിക്കപ്പെട്ടവര്. വമ്പൻ പദവിയല്ലേ? ഉന്നതമായ പദവിയല്ലേ? പിതാവാം ദൈവത്താൽ നാം സ്നേഹിക്കപ്പെട്ടവരാണെങ്കിൽ 2 കാര്യമായി എനിക്ക് പറയാനുള്ളത്. എന്തിനാണ് പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചത്? എങ്ങനെയാണ് പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചത്? യേശുക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ എങ്ങനെയാണ് നമ്മെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ദൈവത്താൽ നാം വിളിക്കപ്പെട്ടവരാണെങ്കിൽ കരുണാസമ്പന്നനായ ദൈവം
എന്തിനാണ് സാധുക്കളായ നമ്മെ ഓമന പേർ ചൊല്ലി വിളിച്ചത്? കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാനൊരു ഫ്രെയിം മാത്രം ഉണ്ടാക്കി വെച്ചിട്ടിരിക്കുക കേട്ടോ. നിങ്ങൾ വീട്ടിൽ ചെന്ന ഭാഗം ധ്യാനിക്ക്. ദൈവം നിങ്ങളോട് സംസാരിക്കും. ഒറ്റ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പിതാവായ ദൈവത്താൽ നാം സ്നേഹിക്കപ്പെട്ടവരാണ്. അപ്പൊ നമുക്ക് ലഭ്യമായ ഒരു വലിയ പദവിയാണ് ദൈവത്താൽ നാം സ്നേഹിക്കപ്പെട്ടവരാണ്. ആരാൽ സ്നേഹിക്കപ്പെട്ടവരാണ്? ദൈവത്താൽ. സ്നേഹിക്കപ്പെടാൻ ആരുമില്ലാതെ വേദനയോടെ ഇരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അപ്പന്റെ സ്നേഹം കൊതിച്ചിട്ട്, അമ്മയുടെ സ്നേഹം കൊതിച്ചിട്ട് കിട്ടാതെ തകർന്നിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പ്രാണന്റെ ബാധിയായ ഭാര്യയുടെ, ഭർത്താവിന്റെ, ചോരയിൽ പിറന്ന മക്കളുടെ, രക്തബന്ധങ്ങളുടെ സ്നേഹം കൊതിച്ചിട്ട് കിട്ടാതെ തകർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്റെ പരിമിതികൾ അറിയാം, നൊമ്പരമറിയാം, വേദനയറിയാം, എന്നെ ചേർത്ത് പിടിച്ച് കരുതി ഒന്ന് സ്നേഹിക്കാൻ ആരുമില്ല എന്ന നിരാശാബോധത്തോടെ തകർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കിട്ടാതെ പോയ സ്നേഹത്തെ ഓർത്ത് തകരണ്ട. കിട്ടാതെ പോയ സ്നേഹത്തെ ഓർത്ത് തളരണ്ട. കിട്ടാതെ പോയ സ്നേഹത്തെ ഓർത്ത് നിരാശപ്പെടണ്ട. നിന്റെ അപ്പനേക്കാൾ, നിന്റെ അമ്മയേക്കാൾ, നിന്റെ പ്രാണന്റെ പാതിയേക്കാൾ, നിന്റെ കൂടപ്പിറപ്പുകളേക്കാൾ അപ്പുറമായി നിന്റെ പരിമിതികൾ അറിഞ്ഞ് നിന്നെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന ഒരു സ്നേഹമാ നിനക്കുണ്ട്. അവൻ ഇന്ന് പകന്നവരുടെ നടുവിൽ വന്നിട്ടുണ്ട്. കരമടിച്ച് അവനെ ഒന്ന് ആരാധിക്കേ. അത് നമ്മുടെ കർത്താവാണ്. ശക്തിയോടെ, ശക്തിയോടെ, ശക്തിയോടെ. പരിശുദ്ധാത്മാവ് യൂദായുടെ ലേഖനത്തിലൂടെ ഇന്ന് പകൽ നിന്നോട് ഇടപെടുകയാ. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. മക്കളെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നെന്ന്, യൗവനക്കാരെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നെന്ന്, മാതാപിതാക്കളെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നെന്ന്. ദൈവത്തിന്റെ സ്നേഹത്തിന് നമ്മുടെ പരിമിതികളെ മാറ്റാൻ കഴിയും. ദൈവത്തിന്റെ സ്നേഹത്തിന് നമ്മുടെ കയ്പുകളെ മധുരമാക്കാൻ കഴിയും. ദൈവത്തിന്റെ സ്നേഹത്തിന് നമ്മുടെ നഷ്ടങ്ങളെ ലാഭമാക്കാൻ കഴിയും. ദൈവത്തിന്റെ സ്നേഹത്തിന് നമ്മുടെ കയ്പുകളെ മധുരമാക്കാൻ കഴിയും. ദൈവത്തിന്റെ സ്നേഹത്തിന് നമ്മുടെ ജീവിതത്തിന്റെ ഇരുട്ടുകളെ നട്ടുച്ച പോലെ പ്രകാശിപ്പിക്കുവാൻ കഴിയും. വളരെ ധൈര്യത്തോടെ വളരണം. ആരും എന്നെ സ്നേഹിക്കാനില്ലെങ്കിലും എന്നെ സ്നേഹിക്കാൻ ഒരുവനുണ്ട്, അതെന്റെ കർത്താവാണ്. സ്തോത്രം. സ്നേഹം എന്ന പദത്തെ കുറിച്ച് പഠിപ്പിക്കാൻ അധ്യാപകർ പല പദങ്ങളാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പക്ഷെ ദൈവസ്നേഹത്തെ കുറിച്ച് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം അഗാപ്പെ എന്നാണ്. ദൈവസ്നേഹത്തിന്റെ സവിശേഷത അഗാപ്പെ ലവ്, ഉപാധികളില്ലാത്ത സ്നേഹം, അൺകണ്ടീഷണൽ ലവ്. ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉപാധികളില്ലാത്ത സ്നേഹമാണ്. ലോകത്തിന്റെ സ്നേഹമെല്ലാം ഉപാധിയോടുകൂടിയാ. പാസ്റ്റർ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ എനിക്ക് പാസ്റ്ററെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അത് സഹജമാണ്. ആമേൻ. ലോകത്തിന്റെ സ്നേഹങ്ങളെല്ലാം കടപ്പാടുകൾക്ക് അതീതമാണെന്ന്. എന്നാൽ ഒരു ഉപാധിയുമില്ലാതെ നമ്മുടെ പരിമിതികൾ അറിഞ്ഞ് ചേർത്ത് പിടിച്ച് നമ്മെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ പറ, അത് നമ്മുടെ കർത്താവിന്റെ സ്നേഹമാണ്. കൈയുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ലഭ്യമായൊരു വലിയ പദവിയാണ് പിതാവാം ദൈവത്താൽ നാം സ്നേഹിക്കപ്പെട്ടവരാ. സ്നേഹിക്കപ്പെട്ടവരാണെങ്കിൽ എന്തിനാ സ്നേഹിച്ചത്? എങ്ങനെയാ സ്നേഹിച്ചത്? എന്തിന് സ്നേഹിച്ചു? ഒരു കണ്ണിനും ദയയില്ലാതെ തകർന്നു കിടന്നു നമ്മെ, സ്ത്രീകന്റെ ഭാഷയെ പറഞ്ഞ കാട്ടൊലിവായ നമ്മെ, ജാതികളായിരുന്ന നമ്മെ, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതിരുന്ന നമ്മെ, വാഗ്ദത്തങ്ങൾ കന്യരും പരദേശികളുമായിരുന്ന നമ്മെ, കരുണാസമ്പന്നനായ ദൈവം എന്തിനാണ് സ്നേഹിച്ചത്? ഒരർഹതയുമില്ലാതെ, ഒരു യോഗ്യതയുമില്ലാതെ മാറിക്കടന്ന നമ്മെ കരുണാസമ്പന്നനായ ദൈവം എന്തിന് സ്നേഹിച്ചുവെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ യോഹന്നാൻ തന്നെ മറുപടി പറയുന്നുണ്ട്. ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ. ബാക്കി ഉറക്കിയെന്ന് പറഞ്ഞേ. പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകി. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവൻ എന്തിനാ നമ്മെ സ്നേഹിച്ചത്? ദൈവമക്കളാകാൻ. ദൈവമക്കളാകാനാ നമ്മെ സ്നേഹിച്ചതെങ്കിൽ ഞാൻ നിർത്തട്ടെ. എങ്ങനെയാ നമ്മെ സ്നേഹിച്ചത്? ആ സ്നേഹത്തിനൊരു വിധമുണ്ട് കേട്ടോ. അവൻ നമ്മെ സ്നേഹിച്ചതിന്റെ തെളിവായിട്ട്
നമുക്കൊരു വലിയ കാര്യം തന്നു. എൻ്റെ ഒരു സ്നേഹിതൻ പരസ്യയോഗത്തിന് ഒപ്പിട്ട് നാരങ്ങാവെള്ളം പോലും കുടിക്കാൻ നിർവാഹമില്ലാതെ വെയിൽ കൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് വന്നപ്പോൾ പുള്ളിയുടെ പ്രസംഗം കേട്ട് നിന്നൊരു മനുഷ്യൻ, ഇയാൾ പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോൾ ഓടി അദ്ദേഹത്തിൻ്റെ അടുക്ക് വന്നു, കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് അയാളുടെ വണ്ടിയുടെ കീ എടുത്ത് എൻ്റെ കൂട്ടുകാരന് കൊടുത്തു. പുള്ളി ഞെട്ടിപ്പോയി. ഇനിയിപ്പം വെയിൽ കൊണ്ട് നടന്ന് പരസ്യമോ നടത്തണ്ട, ഈ വണ്ടിക്കകത്ത് പോയത് നിങ്ങൾക്ക് ഞാൻ തരിക, എൻ്റെ വണ്ടിയാണ്. അപ്പം ചോദിച്ചു, ആദ്യമായിട്ട് കാണുന്ന എനിക്ക് ഈ വണ്ടി തരാൻ എന്താ കാര്യം? അപ്പോൾ അയാൾ പറയുക, നിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അത്രമാത്രം എനിക്ക് നിന്നോട് അങ്ങ് ഇഷ്ടം തോന്നി. പിതാവായ ദൈവം നമ്മെ എങ്ങനെയാണ് സ്നേഹിച്ചെന്നറിയാമോ? സ്നേഹിച്ചപ്പോൾ അതിൻ്റെ തെളിവായിട്ട് നമുക്കൊന്ന് തന്നു. അതും യോഹന്നാൻ പറയുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം. അപ്പൊ എങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചത്? പുത്രനെ നൽകി. കുറച്ചുകൂടെ പറഞ്ഞ പുത്രനെ നമുക്ക് വേണ്ടി തകർത്ത്. യെശയ്യാവ് പറഞ്ഞില്ലേ, കാൽവറിയിൽ അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. കാൽവറിയുടെ അംഗമനത്തിലേക്ക് തലപൊക്കി നോക്കിക്കേ, ചോരയിൽ മുങ്ങിയൊരു മാംസക്കഷണം പോലെ, അറവിസാറിയിൽ മാടിന്റെ കുറവ് നോക്കിയിരിക്കുന്ന പോലെ, ഒരു വൈദ്യന്റെ സൂചിക്ക് തുന്നി കെട്ടുവാനാവാതെ വിധം ആയിരക്കണക്കിന് മുറിവേറ്റ് കാൽവറിയിൽ തകർന്നു കിടക്കുന്ന കണ്ടോ? എന്നെയും നിന്നെയും ദൈവമക്കളാണ് പിതാവ് എങ്ങനെ സ്നേഹിച്ചുവെന്ന ചോദ്യത്തിന് ചൂണ്ടിക്കാണിക്കാൻ കാൽവറിയുള്ളൂ. അവിടേക്ക് നോക്ക്. എല്ലാ കരങ്ങളും വന്ന് ഉയർത്തി പിടിച്ച്, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര